കാലിക്കറ്റ് സർവകലാശാലയിൽ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും SFI വലിയ പ്രതിഷേധവുമായി കഴിഞ്ഞ കാലങ്ങളിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാണുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയൻ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം തെരഞ്ഞെടുപ്പ് കഴിയുകയും വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് വിനിയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി SFIയുടെ യൂണിയനെ, പെൺകുട്ടികളെ നയിക്കുന്ന വിദ്യാർത്ഥി യൂണിയനെ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അനുവദിക്കാത്ത സമീപനാണ് കഴിഞ്ഞ 4 മാസമായി കേരള സർവകലാശാലയുടെ VC ചെയ്തുകൊണ്ടിരിക്കുന്നത്. SFIയുടെ പ്രവർത്തനങ്ങളെ, വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദികളെ തകർക്കാനുള്ള സമീപനാണ് VCയും ഗവർണറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായി സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഇപ്പൊ VCമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തില് കണ്ണൂർ സർവകലാശാലയുടെ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വലിയ സമരത്തിൽ SFI നീങ്ങിയതിനു ശേഷമാണ് തയ്യാറായിട്ടുള്ളത്. ഇത്തരത്തില് തെരഞ്ഞെടുത്ത യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാനോ ഫണ്ട് കൊടുക്കാനോ അവർക്ക് പ്രവർത്തിക്കാനോ സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് ഫാസിസ്റ്റ് കേന്ദ്രമായി വർഗീയതയുടെ വേദിയായിട്ട് നമ്മുടെ സർവകലാശാലകളെ മാറ്റുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരവുമായിട്ട് SFI മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് ഗവർണറും VCയും ഉൾപ്പെടെയുള്ളവർ അകത്തൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് SFI മുന്നോട്ടേക്ക് വന്നത്. ഇത് സർവകലാശാലയുടെ അകത്തെത്തിയിട്ട് അവിടെ ഒരു സൂചനാ സമരമായി നടത്താൻ മാത്രമേ ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ സമീപനാണ് തുടരുന്നതെങ്കിൽ ഇനിയും തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയന്റെ സത്യപ്രതിജ്ഞ വൈകിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധവുമായിട്ട് സർവകലാശാലയുടെ അകത്തളത്തിലേക്ക് എത്താൻ SFI തയ്യാറാകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. VC രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അതായത് വിദ്യാർത്ഥികള് ക്യാമ്പസുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട UUCമാര് സർവകലാശാലയുടെ ജനാധിപത്യ വേദിയിലേക്ക് വോട്ട് ചെയ്ത് അവർക്ക് വേണ്ട ഒരു പാനലിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ അവകാശമായിട്ടുള്ള ഒരു ജനാധിപത്യ വേദിയെ ഇല്ലാതാക്കുന്നത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതാദ്യമല്ല, കേരള സർവകലാശാലയുടെ സെനറ്റ് തെരഞ്ഞെടുപ്പില് ABP ആയതുകൊണ്ട് അകത്തേക്ക് അവരെ നോമിനേറ്റ് ചെയ്യുന്ന സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ പകപോക്കലിന് അവർ തയ്യാറാവുന്നുണ്ട്.